ശ്രീ ഹർഷകുമാർ, 2026 കേരള രാഷ്ട്രീയത്തിൽ നിർണായകമാണ്. പലതും സംഭവിക്കാം. ഇങ്ങനെ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് കേരള രാഷ്ട്രീയം. എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഭരണ തുടർച്ച എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിലും കേരളത്തിലെ കോൺഗ്രസ് അടങ്ങുന്ന UDF വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. അവർ മനക്കോട്ട കെട്ടി ഇരിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതലാകത്തില്ല. കോൺഗ്രസ് മനക്കോട്ട കെട്ടിയിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അത് കൂടുതൽ തന്നെയാണ്. കാരണം 2021 തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പശ്ചാത്തലം നമ്മളൊന്ന് ഓർക്കണം. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിന് തൊട്ട് മുമ്പ് നടന്ന പാർലമെൻറ്റ് 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ മുന്നണി തകർന്നടിഞ്ഞു. പ്രത്യേകിച്ച് ശബരിമലയുടെ പശ്ചാത്തലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പാണ്. അതിനുശേഷം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണി വലിയ മുന്നേറ്റം നടത്തി. ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രവർത്തിക്കാനുള്ള ഇടതുപക്ഷ മുന്നണിയുടെ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രവർത്തകരെ പോലെ വേറൊരു പാർട്ടിക്കില്ല. അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ സകല മാധ്യമങ്ങളും എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും പ്രവചിച്ചു പോയി, ഇനി എന്ത് കാര്യം. പക്ഷേ നമ്മൾ ആ റിസൾട്ട് കണ്ടു. പാർലമെൻറ്റിനെയും നിയമസഭയെയും വ്യത്യസ്തമായ തരത്തിലാണ് കേരളത്തിലെ ജനങ്ങൾ കാണുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ച തെളിവായിരുന്നു പിണറായി വിജയൻ സർക്കാരിൻ്റെ രണ്ടാമത്തെ വരവ്. 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തകർന്നടിഞ്ഞ, പ്രത്യേകിച്ച് ശബരിമലയുടെ പശ്ചാത്തലത്തിൽ എല്ലാം പോയി എന്ന് എല്ലാവരും വിലയിരുത്തിയതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പ്രാവശ്യം 92 സീറ്റായിരുന്നു, ഇപ്രാവശ്യം 99 സീറ്റിൻ്റെ പിൻബലത്തിൽ വന്നു. 2021 വരുന്നതിന് നമ്മളതിന് വേറൊരു കാരണം കൂടി കാണുന്നുണ്ട്. കാരണം കോവിഡ് കാലത്ത് ഒരു രക്ഷകനായിരുന്നു, അങ്ങനെ കേരളത്തെ സംരക്ഷിച്ചു LDF മുന്നണി എന്നുള്ളതും കണക്ക് കൂട്ടുന്നുണ്ട്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വലിയൊരു മൈലേജ് കിട്ടിയെന്ന് മാത്രമല്ല സാർ, കഴിഞ്ഞ ഉമ്മൻചാണ്ടിയുടെ കാലത്തെ UDFൻ്റെ അനുഭവം ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. കാരണം അന്ന് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ റവന്യൂവിൻ്റെ 44% കൈകാര്യം ചെയ്തിരുന്ന മുസ്ലിം ലീഗ് മന്ത്രിമാരാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു മതേതര സമൂഹത്തിൽ അവരുടെ നമുക്കൊക്കെ ഓർമ്മയുണ്ടാകും, അന്നത്തെ 5ാം മന്ത്രിസ്ഥാന വിവാദമൊക്കെ കേരളത്തിലുണ്ടാക്കിയ ചെറിയ ചലനമല്ല. ഇതൊന്നും ആളുകൾ ഇപ്പോഴും മറന്നിട്ടില്ല. ഈ ഒരു ഭരണം കിട്ടിയാൽ ഉണ്ടാകാൻ പോകുന്നൊരു ഭവിഷ്യത്ത് അവരുടെ കയ്യിൽ കിട്ടിയ വിദ്യാഭ്യാസം, പൊതുമരാമത്ത്, തദ്ദേശ സ്വയംഭരണം, വ്യവസായം, ഈ പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോകളെല്ലാം വെച്ച് അവരുടെ വർഗീയവൽകൃത വികസനമാണ് അവർ നടത്തിയത്. അത് ആളുകൾ ഇപ്പോഴും മറന്നിട്ടില്ല. വിദ്യാഭ്യാസ മേഖലയിലേക്ക് പാഠപുസ്തകം പോലും ഫൈനൽ പരീക്ഷയുടെ ദിവസം പോലും ഇറക്കാൻ പറ്റാത്ത കാര്യം ആളുകൾ മറന്നിട്ടില്ല. ഞാൻ സൂചിപ്പിച്ചത് ഇടതുപക്ഷ മുന്നണി എങ്ങനെ വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ളതിന് ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം. പിണറായി വിജയൻ അധികാരത്തിൽ വന്ന 2016 കേരളത്തിലെ BJPയുടെ പ്രസിഡന്റ് സുരേന്ദ്രൻ പറഞ്ഞു, പിണറായി വിജയൻ ശേഷിയുള്ള ആളാണെന്ന് ഞാൻ പറയും, എന്ത് കാര്യം ചെയ്താൽ ഈ അധികാരത്തിലിരുന്നുകൊണ്ട് കേരളത്തിലെ ഹൈവേ പൂർത്തീകരിച്ചാൽ. സാർ യാത്ര ചെയ്യുന്ന ആളാണ്, ഹൈവേ കൂടെ നമ്മളിപ്പോൾ ഒന്ന് യാത്ര ചെയ്താൽ എത്ര വേഗമാണ്, ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ് നമ്മൾ ചിലർ ഓർക്കും. അതേപോലെ തന്നെ ഗെയിൽ പൈപ്പ് ലൈൻ, ആ ഗെയിൽ പൈപ്പ് ലൈൻ കേരളത്തിലെ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെയും അതേപോലെ തന്നെ വെൽഫെയർ പാർട്ടിയുടെയും തീവ്രവാദി ആളുകൾ ഒരു വികസനവും കേരളത്തെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് അന്ന് കൊയിലാണ്ടി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഈ പൈപ്പിനകത്തൂടെ ജിന്ന വരുന്നത്, ഇത് പൊട്ടിയാൽ മൊത്തം പേരെയും കൊന്നുകളയുമെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് സമരം ചെയ്തു. ആ സമരങ്ങളുടെ അന്ന് ഉമ്മൻചാണ്ടി എന്താ ചെയ്തത്? ഹൈവേ വികസനം നിർത്തിവെച്ചു. ഹൈവേ 60 മീറ്റർ വീതി ചെയ്യണമെന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി പറഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടി വന്നിട്ട് ഇവരുടെ സമരത്തിന് മുമ്പിൽ ചെന്നിട്ട് 30 മീറ്റർ ആക്കി ചുരുക്കാൻ പറഞ്ഞു. ആ ന്യൂനപക്ഷങ്ങളുടെ പ്രീണനം കൂടിയായിരുന്നു, അതിഭയങ്കരമായിരുന്നു. അത് മനുഷ്യൻ്റെ മനസ്സിൽ ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വന്ന ശേഷം ആ പ്രീണനമില്ല എന്ന് ആളുകൾക്ക് ബോധ്യപ്പെടുന്നു. 2, ഈ ഗവൺമെൻറ് വന്ന് വലിയ വികസനത്തിൻ്റെ ആ കാലത്തെ റോഡാണോ ഇപ്പോഴത്തെ റോഡ്? കേരളത്തിൽ എവിടെ നിന്ന് മാറിയാലും ഞാൻ ഈ സമയത്ത് ഇടുക്കി ജില്ലയിലെ കുറേ ഉൾപ്രദേശങ്ങളിൽ കൂടെ പോയി അമ്പരപ്പിച്ച് കളഞ്ഞു ഈ വലിയ മാറ്റം കേരളത്തിലെ റോഡുകളിൽ. കേരളത്തിലെ ആശുപത്രി, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കേരളത്തിലെ ആശുപത്രികളിൽ മരുന്നില്ല, ഡോക്ടറില്ല. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു ചെറിയ സമരം നടത്തിയത് കേരളത്തിലെ മൊത്തം ചിത്രമല്ല. കേരളത്തിലെ എല്ലാ ആശുപത്രികളിലും മരുന്ന്, രോഗി, ഡോക്ടർമാർക്ക് എല്ലാവർക്കും സൗകര്യം, മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ. പള്ളിക്കൂടങ്ങൾ അൺഎക്കണോമിക് എന്ന് പറഞ്ഞാൽ അടച്ചുപൂട്ടാൻ നിച്ചതാണ്, മൊത്തം തുറന്നില്ലേ? കേരളത്തിൽ ഏത് മേഖലയിലാണ് വികസനമില്ലാത്തത്? കേരളത്തിൽ അതേപോലെ തന്നെ
ഉമ്മൻചാണ്ടി ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് പെൻഷൻ 18 മാസം കുടിശ്ശികയായപ്പോൾ അത് പിണറായി വിജയൻ വന്നതിന് ശേഷമാണ് കൊടുത്തത്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ തന്നെ ഏറ്റവും അവസാനം വയനാട് ദുരന്തം, ആ ദുരന്തം ലോകത്ത് മറ്റേതെങ്കിലും ഒരു പരിഷ്കൃത രാജ്യത്ത് നടക്കുന്നതാണ്. ഒരു ദുരന്തത്തിൽ പോലും രാഷ്ട്രീയ പക കാട്ടുന്നു. പക്ഷേ അതിനിടയിലൂടെ നിന്ന് ആ പകപോക്കലിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടൊരു സർക്കാർ കേരളത്തിൽ വലിയ തോതിൽ പിടിച്ചിരിക്കുകയാണ്. മാത്രമല്ല 70% നികുതി കുടിശ്ശിക പിരിച്ചെടുത്ത കേരളത്തിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ റെക്കോർഡാണ്. വരുമാനം ഒരു വഴിക്ക് അടഞ്ഞപ്പോൾ മറുവഴിക്കൂടെ വരുമാനം കണ്ടെത്തി കേരളം. ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന ദിവസം 2 ഗഡു പെൻഷൻ കൂടി കൊടുത്തുകൊണ്ട് പെൻഷൻ ഉണ്ടായ ഇടക്കാലത്ത് കേന്ദ്ര സഹായം കിട്ടാത്തതിൻ്റെ ഫലമായി ഉണ്ടായ തടസ്സത്തിൻ്റെ പേരിൽ വെച്ച പെൻഷൻ കുടിശ്ശിക ഇതാ കൊടുത്ത് തീർക്കുകയാണ്. അപ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരം ഇല്ലെന്ന് തന്നെയാണോ? ഇല്ല, ഭരണവിരുദ്ധ വികാരം അശേഷം കണ്ടത്. നമ്മളത് അതിൻ്റെ ഏറ്റവും വലിയ ഒടുവിലത്തെ തെളിവാണ് ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ആ ഉപതെരഞ്ഞെടുപ്പിൽ ആലത്തൂർ മണ്ഡലം നമ്മുടെ ചേലക്കര മണ്ഡലം LDF തോക്കും. ഈ ഭരണവിരുദ്ധ വികാരത്തിലെല്ലാം തകർന്നു പോകുമെന്ന് വലിയ പ്രചരണമായിരുന്നു. എന്തുപറ്റി? ഒരു വികാരവും ഇല്ല എന്ന് മാത്രമല്ല, ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായി വലിയൊരു തരംഗം കേരളത്തിൽ നിലനിൽക്കുന്നു. കാരണം ജീവിതാനുഭവങ്ങളിലൂടെ മനുഷ്യൻ പഠിക്കുന്നത് ഈ സർക്കാർ എല്ലാ പ്രയാസങ്ങൾക്കിടയിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്ന സർക്കാരാണ്. ഈ LDF ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ കോൺഗ്രസ് അമിത പ്രതീക്ഷയാണ്. കാരണം കേരളത്തിലെ സമുദായം തന്നെ കോൺഗ്രസിലുള്ള പലരെയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. ക്രൈസ്തവ സഭ VD സതീശനെ ഏറ്റെടുത്തു, അതുപോലെ രമേശ് ചെന്നിത്തലയെ NSS ഏറ്റെടുക്കുന്നു, അതുപോലെ വെള്ളാപ്പള്ളി ചെന്നിത്തല യോഗ്യനാണ് എന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ തീർത്തും അവരുടെ ഒരു അമിത പ്രതീക്ഷയല്ലേ? നമ്മളെല്ലാവരും കണ്ടതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒരു താക്കോൽ സ്ഥാനത്തിന് ചോദിച്ച് കേരളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഏതെങ്കിലും നായർ അതിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തു? ഈ നേതാക്കന്മാർ പറയുന്നതനുസരിച്ചാണ് ഈ നായന്മാരെല്ലാം വോട്ട് ചെയ്യുന്നതെങ്കിൽ കേരളത്തിൻ്റെ ചരിത്രം ഇതായിരുന്നു. ഒരിക്കലെങ്കിലും LDFന് അത് കേരളത്തിൽ അധികാരത്തിൽ വരാൻ പറ്റുമോ? ആന്റണി ഒരിക്കൽ പറഞ്ഞു 100 ആണ്ടത്തേക്ക് ഇനി കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരനില്ലെന്ന് പറഞ്ഞു. ആന്റണി പറഞ്ഞ ആ നാക്കെട്ട് താഴെ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണി വന്നു. മാത്രമല്ല, ഇപ്പോൾ ഈ ക്രൈസ്തവ സഭ സതീശനെ ഏറ്റെടുത്തു എന്ന് പറയുന്നത് തെറ്റാ. ഇന്നലെ മാർത്തോമാ സഭയുടെ ഒരു പ്രഖ്യാപനം വന്ന് കണ്ടില്ലേ? മാരാമൺ കൺവെൻഷനിൽ സതീശനെ വിളിച്ചു പ്രസംഗിക്കാൻ ക്ഷണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വാർത്തയായിരുന്നല്ലോ. രമേശ് ചെന്നിത്തല പെരുന്നയിൽ രമേശ് ചെന്നിത്തലയെ ഏറ്റെടുത്തപ്പോൾ അതിന് ബദൽ സതീശനെ ഇന്നലെ മാരാമൺ കൺവെൻഷൻ്റെ സംഘാടകരും മാർത്തോമാ സഭയുടെ ആളുകളും പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ ഒരു വാർത്ത പറഞ്ഞിട്ടുമില്ല, ഞങ്ങൾ ആരോടും ക്ഷണിച്ചിട്ട് ഞങ്ങൾ സതീശനെ ക്ഷണിക്കാൻ തീരുമാനിച്ചിട്ടില്ല. സാധാരണ മാരാമൺ കൺവെൻഷന് വരുന്നത് അവരുടെ സഭാ നേതാക്കന്മാർ അത്രേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഈ ജാതി സംഘടനകളെല്ലാം കൂടി 1987 തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി വരുമായിരുന്നു. സകല ജാതിയും എതിർത്തതല്ലേ? എല്ലാ എതിർപ്പിനെ അവഗണിച്ചല്ലേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി? ഞാൻ ചോദിക്കുന്നത്, കേരളത്തിൽ പാറശാല മുതൽ കാസർഗോഡ് വരെ ഹൈവേ കൂടെ യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യനും ഈ സർക്കാരിനെതിരെ വോട്ട് ചെയ്യാൻ പറ്റില്ല. കേരളത്തിലെ ഗ്രാമാന്തരങ്ങളിലൂടെ മനുഷ്യൻ സഞ്ചരിക്കുന്ന റോഡുകളിലൂടെ സഞ്ചരിക്കുന്ന ഒരു മനുഷ്യന് ഈ സർക്കാരിനെതിരെ വോട്ട് ചെയ്യാൻ പറ്റില്ല. കേരളത്തിലെ പള്ളിക്കൂടങ്ങളെ പാവപ്പെട്ടവൻ്റെ മക്കൾ പഠിക്കുന്ന മറ്റതെന്താ, അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് മാത്രം വലിയ ഫീസ് കൊടുത്ത് ഇപ്പോൾ അൺഎയ്ഡഡ് സ്കൂളുകളുടെ മാനേജ്മെൻറ്റുകൾ എങ്ങനെയും ഞങ്ങളുടെ കെട്ടിടം ഒന്ന് ഏറ്റെടുത്ത് സർക്കാർ ഞങ്ങളെ സഹായിക്കണമെന്ന് നടക്കുക. കാരണം അവിടെ പിള്ളേരില്ല, പൊതുവിദ്യാലയങ്ങളിൽ പിള്ളേരെത്തി. കേരളത്തിലെ എല്ലാ മേഖലയും മാറുകയല്ലേ പൊതുവിതരണ രംഗം. ഈ കഴിഞ്ഞ ദിവസം KPCC യോഗത്തിൽ തന്നെ അവിടെ തന്നെ വലിയ പോരായിരുന്നു. മറ്റൊന്നുമല്ല, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ചൊല്ലി അതിന്റെ പേരിൽ ആ പോര് തന്നെ അവരുടെ തകർച്ചയുടെ മറ്റൊരു കാര്യമാണ് വരാൻ പോകുന്നത്. ഒരു MLA തന്നെ പറഞ്ഞത് 3ാം വട്ടവും ഇനി അധികാരമില്ലാതെ തുടരാൻ സാധിക്കില്ല എന്ന് പറയുന്നു. അതുപോലെ 63 സീറ്റ് ഇവർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണമെന്നും VD സതീശൻ ആഹ്വാനം ചെയ്യുന്നു. അതാണ് ഞാൻ പറഞ്ഞത് സാർ, നമ്മൾ കാണേണ്ട ഒരു വിഷയം, അധികാരമില്ലാതെ ഇനി ഒരു തവണ കൂടി ഞങ്ങൾക്ക് ഇരിക്കാൻ ഞങ്ങൾ അസ്വസ്ഥരാണ് അവർ. കാരണം ആ ഭയം അവരുടെ ഉള്ളിൽ കിടന്ന് തിളയ്ക്കുകയാണ്. അവരുടെ ഉള്ളിൽ കിടന്ന് തിളയ്ക്കുന്ന ആ ഭയം തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ ട്രംപ് കാർഡ്. പക്ഷേ ആ ഒരു സ്പേസിലേക്ക് ഇനി അല്പം BJPക്ക് സാധ്യത കാണുന്നില്ല. BJP വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ തരത്തിൽ ഒരു മുന്നേറ്റം കുറിക്കും എന്നുള്ളത് ഉറപ്പല്ലേ? ഒരു സംശയമില്ല. കാരണം കേന്ദ്ര തെരഞ്ഞെടുപ്പിനെ ജനങ്ങൾ കാണുന്നതും സംസ്ഥാന തെരഞ്ഞെടുപ്പിനെ ജനങ്ങൾ കാണുന്നതും രണ്ട് തരത്തിലാണ്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇതേപോലെ BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടായിടത്തെല്ലാം 1.5 വർഷം കഴിഞ്ഞ് നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 2 വർഷം കഴിഞ്ഞ് നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ് അട്ടപ്പടലേ പോയില്ലേ? എങ്ങനെയാണ്? അപ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ വോട്ടിംഗ് പാറ്റേൺ ആരും പഠിക്കുന്നില്ല. പഠിച്ചാൽ നമുക്ക് അങ്ങനെ ഒരു ആശങ്കയുടെ വിഷയമേ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഇനിയിപ്പോൾ വരുന്ന
ഒരു വർഷക്കാലമുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുമ്പിൽ ഈ അടുത്ത നിയമസഭ 1 അല്ല 2 വർഷക്കാലമുണ്ട്. ആ കാലം കൊണ്ട് ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും പരമാവധി പരിഹാരം കാണാൻ കഴിയും. ഇപ്പോൾ തന്നെ വിഴിഞ്ഞം പിണറായി വിജയൻ എന്നൊരു മുഖ്യമന്ത്രിയുടെ മുമ്പിലല്ലാതെ ഈ അദ്ദേഹത്തിൻ്റെ കാലത്തല്ലെങ്കിൽ ഈ വിഴിഞ്ഞം ഇതേപോലെ യാഥാർത്ഥ്യമാകുമെന്ന് സാർ കരുതുന്നുണ്ടോ? എല്ലാ വർഗീയ ശക്തികളും കൂടി അവിടെ പ്രശ്നമുണ്ടാക്കിയില്ലേ? അതിനെയൊക്കെ നേരിട്ടില്ലേ? കേരളത്തിൽ 2040 വരെ വൈദ്യുതി മേഖലയിൽ മറ്റേ ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്ന കാലത്ത് നമ്മൾ 7 മണിക്കൂർ വരെ ലോഡ് ഷെഡിങ്ങും പവർ കട്ടും അനുഭവിച്ചവരാണ്. ഇന്നതിൻ്റെ വിഷയം നമുക്കുണ്ടോ? ഇല്ല. അതിനെയൊക്കെ മാറ്റിയ ഒരു സർക്കാരിനെ ജനങ്ങൾ കാണാതെ പോവില്ല. ഈ മാധ്യമങ്ങളുടെ ഈ വല്ലാത്ത പ്രചരണം അതുമാത്രമാണെങ്കിൽ എന്നേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റും CE, LDFും കടലിൽ മുങ്ങിച്ചാവേണ്ടതല്ലേ? അതിനെയൊക്കെ അതിജീവിച്ച് ജനങ്ങളുടെ ജീവിതാനുഭവങ്ങളിലൂടെ ജനങ്ങൾ ഈ ഗവൺമെൻറ്റിനെ തന്നെ വീണ്ടും തിരിച്ചു കൊണ്ടുവരും. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.